നമുക്കൊരു വിഷയം വരുമ്പോൾ ഒരുപാട് ആൾക്കാർ സൈലൻസ് അടിച്ചു, മാറി നിന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു തിരിച്ചറിവാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ എനിക്കും ഈശ്വരനെ അറിയാമെന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു വലിയ സത്യമുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് എൻ്റെ ഈ യുദ്ധം. എൻ്റെ അടുത്ത് പ്രിയൻ സാറ് പറഞ്ഞത്, എടാ ഇന്നസെൻ്റ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്ത കാലം നീ ധൈര്യമായിട്ടത് കമ്മിറ്റ് ചെയ്തു. അതാണ് മലയാള സിനിമയിൽ അന്ന്. കാരണം അന്ന് 20 രൂപ 30 രൂപയല്ലേ ടിക്കറ്റ്. അന്ന് എനിക്ക് തോന്നുന്നത് 10 കോടി രൂപയ്ക്ക് മേളിൽ കളക്ട് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയാണ്. ഞാൻ കഥാവിശേഷം എന്ന് പറഞ്ഞ പേരിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത ആളാ തിലകൻ ചേട്ടൻ. ഇപ്പൊ മാനത്തെ കൊട്ടാരം ചെയ്യുന്ന സമയത്ത് ഖുശ്ബു മാം പറയുന്നുണ്ട്, ദിലീപ് ഭാവിയിൽ വലിയൊരു നടനാവും. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്കാണ് എനിക്ക് ശരിക്കൊരു വാതിൽ ജയറാമേട്ടൻ തുറന്നു തന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ജയറാമേട്ടൻ സത്യത്തിൽ സിനിമയിൽ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലോകത്ത് വന്നിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ദൈവം തന്ന കുറേ ഭാഗ്യങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ പൊന്നുപോലെ നമ്മൾ കാണുന്നത്. എനിക്ക് നമ്മൾ മാറി നിന്ന് കാണുന്ന നമ്മളുടെ സീനിയേഴ്സ്, അത് കഴിഞ്ഞ് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അത് പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ആരും ചില സ്ഥലത്ത് നമുക്കൊരു വിഷയം വരുമ്പോൾ ഒരുപാട് ആൾക്കാർ സൈലൻസ് അടിച്ചു, മാറി നിന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു തിരിച്ചറിവാണ്. പക്ഷെ എല്ലാം എൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ലൈഫിലെ വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കൂടി ഇപ്പം 2020 ചെയ്യുന്ന സമയത്ത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അതല്ല, അതിനേക്കാൾ അപ്പോൾ ഓരോ സാധനങ്ങൾ തരുമ്പോൾ പക്ഷെ ഞാൻ എല്ലാവരോടും എന്താ പറയുക, ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം ആ ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും എനിക്ക് ആരോടും, അതും നമ്മൾ മനുഷ്യരാവുമ്പോൾ ചില ആളുകൾ അപ്പോഴത്തെ അവരവരുടെ കാര്യം നോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. അതിൽ നമുക്ക് പരാതിയോ പരിഭവമൊന്നുമില്ല. അത് സാഹചര്യങ്ങൾ, അവരും നാച്ചുറലി അവരവരുടെ കുടുംബം കാര്യങ്ങളിലേക്ക് പോകാം. ഇതിലോട്ട് തന്നെ പറഞ്ഞത് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ സത്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഈ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നോർമലായിരിക്കുന്നത് എന്നിലൊരു സത്യമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ എനിക്കും ഈശ്വരനെ അറിയാമെന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു വലിയ സത്യമുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് എൻ്റെ ഈ യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മളോടൊപ്പം നിൽക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയ ചിലരെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നിശബ്ദത പാലിച്ചു എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ അങ്ങനെ പോകും. ഇപ്പൊ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ കുടുംബം തന്നെ പാമ്പർ ചെയ്ത് നിർത്തി. ഞാൻ ലൈഫിൽ ചിന്തിക്കാത്ത ആൾക്കാരൊക്കെയാണ്. പിന്നെ നിങ്ങളെല്ലാവർക്കും അറിയാം, എടുത്ത് പറയേണ്ട ആൾക്കാരാണ് ശരിക്കും പറഞ്ഞ ഗണേശനും സിദ്ദിഖൊക്കെ. അവരെ ലൈഫിൽ മറക്കാൻ പറ്റുന്നത്. കാരണം ഒരു വിഷയം വന്നപ്പോൾ അവർക്ക് ഏറ്റവും കേടുണ്ടാവുന്ന, വേണമെങ്കിൽ എല്ലാവരും ഇങ്ങനെ മീൻസ് ആരും കുറ്റപ്പെടുത്തുന്നതല്ല, കാരണം നമ്മളെ ഇൻവോൾവ് ആക്കിയിരിക്കുന്ന അങ്ങനെ ഒരു സാധനത്തിൽ കൊണ്ടുപോയിട്ടാ. അപ്പൊ എല്ലാവരും എന്താണിത് ഇങ്ങനെ, കാരണം അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാണ്ട് കുറെ ആൾക്കാർ ഇത് എന്താ സംഭവിക്കണേന്ന് അറിയാണ്ട് ചിലപ്പോൾ ആ സൈലൻസ് അതിൻ്റെ ആവാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അത് സാഹചര്യങ്ങളാണ്. ഞാൻ ഏറ്റവും നമ്മുടെ സമയദോഷം. നമ്മളെന്താ പറയുക, ഇനി വേറെ ആൾ കുറ്റപ്പെടുത്തുന്നത് കാര്യം ഫേസ് നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് ഈ അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണോ മലയാള സിനിമയിലുള്ളത്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരു സ്ഥലത്ത് നിന്ന് അവോയ്ഡ് ചെയ്യോ അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറി, ഈ ദൈവ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ എന്നോട് മുഖത്തേക്ക് ആരും ഒന്നും പറയാനോ ഒന്നും തയ്യാറായിട്ടുമില്ല. എനിക്കൊരു സ്ഥലത്ത് ചെന്നാൽ ആരും എന്നെ അവഗണനയോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇൻഡസ്ട്രിയുടെ എന്ത് വിഷയത്തിൻ്റെ എന്താവശ്യത്തിനുണ്ടെങ്കിലും ഏത് അസോസിയേഷനും ഏത് സമയത്തും വിളിക്കുന്ന ഒരാളും ഞാൻ അപ്പം തന്നെ അതിൻ്റെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോഴും മിക്ക അസോസിയേഷനിലും മെമ്പേഴ്സുമാണ്, അതിൻ്റെ ഭാരവാഹിത്വമുണ്ട്, നേതൃസ്ഥാനത്തൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പം എന്ത് വിഷയം വരുമ്പോഴും ആ ഒരു ഐക്യത്തിൽ നമ്മളുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അല്ലെങ്കിലും മനസ്സുകൊണ്ടൊരു വേദന ഉണ്ടായിരുന്നു. അമ്മയിൽ നിന്നൊരു ഈ പറഞ്ഞ പോലെ സ്വന്തം ജീവനോളം സ്നേഹിച്ചിരുന്ന അമ്മയിൽ നിന്നൊരു പുറത്താക്കൽ അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത്. പുറത്താക്കലല്ലോ, ഞാൻ ലാലേട്ടൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ഞാൻ ലാലേട്ട എൻ്റെ പേരിൽ ലാലേട്ടൻ വിഷമിക്കാനോ തെറിയേക്കാനോ പാടില്ല.
അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വയമാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ലാലേട്ടൻ ഞാൻ രാജിക്കത്ത് തരികയാണ്. കാരണം ലാലേട്ടൻ എൻ്റെ പേരിൽ, കാരണം എനിക്ക് വേണ്ടി ലാലേട്ടൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിന് ലാലേട്ടൻ മെക്കിട്ട് കയറിയ എന്തൊരു മനസ്സാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ പ്രസിഡന്റ് ആയതുകൊണ്ടും ലാലേട്ടൻ വിഷമിക്കരുത്, ലാലേട്ടൻ എൻ്റെ പേരിൽ തിരികെ അയക്കരുത് എന്നുള്ള, എനിക്ക് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങുന്നത് ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹം അത് വേറെയാണ്. അത് എൻ്റെ സീനിയേഴ്സിനോട് എല്ലാവരോടും എനിക്ക് റെസ്പെക്റ്റും ലവും ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ കാരണം അവർ തെറിയാക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ഇല്ലെങ്കിൽ ഞാനവിടെ എന്നാ പിന്നെ നിയമപരമായിട്ട് എന്നാ പിന്നെ ജനറൽ ബോഡി വന്നൊരു എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ, ഇവർ ആരൊക്കെ എത്ര പേരുണ്ടെന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് വേണേ മോടയും കാണിച്ച് നിൽക്കാം. ഞാൻ നിന്നില്ല. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അവിടെ പോവുകയും ചെയ്തു. പിന്നെ ഞാനും ഇപ്പൊ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മമ്മൂക്കയുടെ വീട്ടിൽ ചെല്ലാം, ലാലേട്ടനായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരില്ല. സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഒരു രസകരമായ ഒരു അനുഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നായിരുന്നു കുറെ കാലം മുമ്പ്. അതുകൊണ്ടാണ് 2020 എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടായത്. ആ ഐക്യത്തിന്റെ പുറത്തുണ്ടായതല്ലേ. ലോകത്തൊരു സ്ഥലത്തും അത് നടക്കാൻ പോകാത്ത, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാത്തോണ്ട് നടന്നതാണ്. ഇന്നിപ്പോ നമുക്ക് അറിഞ്ഞൂടാ, ഇന്നിപ്പോ എല്ലാവരും സെപ്പറേറ്റ് കിങ്ഡമായി മാറി. അതിൽ അന്നൊക്കെ ഈ എത്ര 5 താരങ്ങളൊക്കെ വെച്ചിട്ടല്ലേ സൂപ്പർ താരങ്ങള്. അയ്യോ, അത് നമുക്ക് കിട്ടിയ ദൈവം തന്നൊരു അനുഗ്രഹം. ഞാൻ അതിന് അത്ര വാല്യുബിൾ ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഈ അമ്മയുടെ പടം. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണത്. ഇത്രയും വലിയ ലെജൻസിനെ വെച്ചിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ലേ. ഗ്രാൻഡ്, അതാണ് അതിനപ്പുറത്തേക്ക് ഒരു പേരുമില്ല. ഗ്രാൻഡ് പ്രൊഡക്ഷൻ. അതെ, ഇതാർക്കും ലോകത്താരെങ്കിലും സാധിക്കുമെന്ന് അറിയത്തില്ല ഇനി അങ്ങനെ ഒരു താരങ്ങളെയൊക്കെ വെച്ചിട്ട്. അറിയില്ല, നമുക്കറിയില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇതായത്, കാരണം ഞാൻ കണ്ടു വളർന്ന എൻ്റെ ഹീറോസ്, അവരെ വെച്ച് എനിക്കൊരു സിനിമ കിട്ടിയത് അത് എനിക്ക് കിട്ടിയ നിധിയാണ്. ഞാനത് അതിൻ്റെ പൊന്നുപോലെ അതിൻ്റെ പുറകെ പോയി. ഞാൻ 9 മാസം ഒരു പണിക്കും പോയിട്ടില്ല. ഞാൻ അതിനെ പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടേ പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോയിട്ടു. ഇന്നസെന്റ് എപ്പോഴും പറയുന്നിട്ടുണ്ട്, ദിലീപില്ലായിരുന്നെങ്കിൽ ആ സിനിമ നടക്കില്ലായിരുന്നു എന്നുള്ളത്. അല്ല, അത് ഇന്നസെന്റ് ഇല്ലായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഇന്നസെന്റ് ഒരു വേർഡ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ എൻ്റെ അടുത്ത് പ്രിയൻ സാറ് പറഞ്ഞത്, എടാ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്ത കാലം നീ ധൈര്യമായിട്ടൊന്ന് കമ്മിറ്റ് ചെയ്തു എന്ന് പറയാൻ അത് നടക്കും എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ സിനിമ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ആ സിനിമ വിജയിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എല്ലാം ഒന്നിന്ന് തുറക്കേണ്ടൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ എന്താ പറയാ, ആ സമയത്ത് സമ്പാദിച്ചു വെച്ചോ, കാരണം വേറെ ഒരു ഫൈനാൻസ് എടുക്കോ വിൽപ്പന ഒന്നും നടത്തിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇനി നാളെ ഈ സിനിമ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ആരോട് സംസാരിക്കണ്ടല്ലോ, എൻ്റെ കാശ് പോയി. അത് എൻ്റെ പേഴ്സണൽ തിങ് ആണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വയസ്സ് വാങ്ങിച്ചിട്ടും വന്നിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടില്ല, എല്ലാം എനിക്ക് ഇവിടെ തന്നതാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റഡ് ആയിട്ടൊരു കാര്യം ആണെന്ന് പറഞ്ഞു. ആ സിനിമയിലൂടെയാണ് പക്ഷേ ഈ പറഞ്ഞ ആ സിനിമ എന്ന് ശരിക്കും പറഞ്ഞാൽ 2-3 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഞാനിങ്ങനെ ആ സിനിമ നടക്കൂല എന്ന് പറഞ്ഞ 2-3 വർഷം അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ശ്രമിക്കട്ടെ. എപ്പോഴാ ഇൻഡസ്ട്രിയോടും പറഞ്ഞു, നീ എന്താ ഉദ്ദേശിച്ച? ഞാൻ പറഞ്ഞു, അല്ല നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്ര രൂപ തരാം, ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടനാണ്. ലാലേട്ടൻ പറഞ്ഞു നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതുമ്പോൾ തുടങ്ങി. പിന്നെ ആ സിനിമയുടെ ഒരു സ്റ്റാർട്ട് ശരിക്കും മധുസാറാണ്. കാരണം ഈ ഡേറ്റ് കറക്റ്റ് ആവാന്ന് എല്ലാവരും ഉണ്ടല്ലോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്താ നീ ആ സിനിമ തുടങ്ങാത്തെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതിൻ്റെ ഡേറ്റ് നോക്കണ്ട, നീ തുടങ്ങിക്കോ. അങ്ങനെയാണ് മധുസാറിനെയും ജനുവേട്ടനെയും പൊന്നമ്മ ചേച്ചിനെയും വെച്ച് നമ്മൾ തുടങ്ങുന്നത്. അവിടെതാണ് പിന്നെ എല്ലാവരും പതുക്കെ അതിലേക്ക് വന്ന് കയറുന്നത്. അത് ഹിറ്റായിരുന്നില്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റാണ്, ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടായേനെ. സാമ്പത്തികമായിട്ടും കുഴപ്പത്തിൽ പോയതിനെ എല്ലാം ഒന്നിന്ന് തുടങ്ങേണ്ടി വന്നു എല്ലാ അർത്ഥത്തിലും. ദൈവം അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ആ പറഞ്ഞവന്റെ ഒരു ലാഭവിഹിതം പിന്നെയും അമ്മയ്ക്കൊണ്ട് ഒരു ചെറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ അതാണ് മലയാള സിനിമയില് അന്ന്. കാരണം അന്ന് 20 രൂപ 30 രൂപയല്ലേ ടിക്കറ്റ്. അന്ന് എനിക്ക് തോന്നുന്നത് 10 കോടി രൂപയ്ക്ക് മേളിൽ കളക്ട് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയാണ് 2020. അതുപോലെ സിനിമ ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പ്രയാസങ്ങളും വെക്കങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹനീഫക്കായി പോലെ ഇപ്പോൾ നേരത്തെ ഗണേശൻ്റെയും അതുപോലെ തന്നെ സിദ്ദിഖേട്ടനും പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഒരു പക്ഷേ ഹനീഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ, ഇനി പക്ഷേ ലോയി സാറ് ഇവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ട് പോയ മിക്ക ആൾക്കാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്.
അത് ചില സിനിമകൾ ചെയ്യുമ്പോൾ ചില കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അയ്യോ ഇവരുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത്. ഒരു പ്രയാസ സമയത്തൊക്കെ അവര് നമുക്ക് ഒന്ന് ഈ പറഞ്ഞ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവുന്ന ആൾക്കാരായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ സപ്പോർട്ടായിരുന്നു എല്ലാവരും. നേരത്തെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എന്ന് പറയില്ല. നമ്മളിപ്പോൾ സിനിമയിൽ ചെയ്യണമെങ്കിലും ചേട്ടൻ്റെ സ്ഥാനത്ത്, അച്ഛൻ്റെ സ്ഥാനത്ത്, അങ്ങനെയൊക്കെയുള്ള സുഹൃത്തിൻ്റെ സ്ഥാനത്ത് എന്നൊക്കെ പറയണ ഓരോ സ്ഥലത്ത് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സീനിയേഴ്സായിട്ടൊക്കെ അത്ര അടുപ്പം ഉള്ള ഒരാൾക്ക് പേഴ്സണലി ഞാൻ അങ്ങോട്ട് 100% സിൻസിയറാണ്. പിന്നെ അവരുടെ ഉള്ളിൽ പോയിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ലളിതശിയൊക്കെ തന്നെ എത്രയോ വേദികളിൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഒരു ആഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ നിമിഷം ഒരു കരസ്പർശം ഉണ്ടാകും, അത് ദിലീപിൻ്റെതാണ് എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ ദിലീപ് എന്ന നടനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു മോശം കാര്യങ്ങൾക്ക് അപ്പുറത്തുണ്ടാവേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനെ വിസ്മരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും. അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ കൂടുതൽ എന്നെ കുറിച്ച് മോശം പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഡേറ്റ് കൊടുത്തില്ല, അതൊക്കെ ശത്രുതയും മാറുക. ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില സിനിമകൾ സഹകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിളിച്ച് ഇനാഗ്രേഷന് പോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയാൻ പറയാം. നമ്മൾ എന്താ ചെയ്യുക? അറം പറഞ്ഞു പോകാന്നൊക്കെ പറയില്ല. വെൽക്കം ടു സെൻട്രൽ ജയിൽ പോലെ ഒരു പടം, അത് ഈ പറഞ്ഞ പോലെ അത് വേണ്ടിയിരുന്നില്ലെന്ന് എപ്പോഴെങ്കിലും ഒരു തിരിഞ്ഞു നോട്ടത്തിൽ തോന്നിയിട്ടില്ല. അതിപ്പം നമ്മളൊരു ഇഷ്യൂ ഉണ്ടായിപ്പോ ഞാൻ ഈ വേർഡ് കേട്ടതാ. അപ്പോഴാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവുകയെന്ന് പറയില്ലേ. അപ്പം നോക്കുമ്പോൾ ഇത് ഏതൊരാളുടെ ലൈഫിൽ അത്, കാരണം അതാ പറയുന്നത്, മോശമായ കാര്യങ്ങളെക്കുറിച്ചും നല്ലതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാന്ന് വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷന് മോശമാണോ നല്ലതാണെന്നോ അല്ലേ ഇവൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ, അവനത് ആവശ്യമുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ സിനിമയിൽ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അല്ല, ഞാനിപ്പോ അതുകൊണ്ട് എന്നുള്ളതല്ല, ആ വേർഡ് ഇപ്പൊ സുരേഷ് ചോദിച്ച സാധനം ഞാൻ അതിന്റെ പുറത്ത് നിന്ന് 1-2 ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു പോയി ചെയ്തത്. കാരണം എന്തൊക്കെയാ കണ്ടുപിടിക്കണേ, ട്രോൾ ചെയ്യുന്നതിന്റെ സാധനങ്ങൾ. അത് ആ കറക്റ്റ് സമയത്ത് അതെടുത്തിട്ട് ട്രോൾ ചെയ്തു. ഞാൻ കഥാവശേഷം എന്ന് പറഞ്ഞ പേരിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത ആളാ തിലകൻ ചേട്ടൻ. കാരണം അത് ഒരു അറം പറ്റിയ പേരാണ് കഥാവശേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെ, കാരണം അത് ചന്ദ്രേട്ടനിട്ട പേര്, ആ കഥയ്ക്ക് ആപ്റ്റായുള്ള പേര് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പിന്നെ പറയും. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സിനിമയിൽ ശ്രദ്ധിക്കണം, ചിലത് അറം പറ്റി എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളില്ലേ. ചിലത് നല്ലത് പറഞ്ഞാലും അറം പറ്റുന്നു എന്ന് പറയും. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയത് ഇപ്പം മാനത്തെ കൊട്ടാരം ചെയ്യുന്ന സമയത്ത് ഖുശ്ബു മാം പറയുന്നുണ്ട്, അതിൽ എൻ്റെ പേര് ദിലീപ് തന്നെയാണ്. ദിലീപ് ഭാവിയിൽ വലിയൊരു നടനാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് മാനത്തെ കൊട്ടാരത്തിൽ. ആദ്യമായിട്ട് എന്നെ ഫ്രെയിമിൽ നിർത്തിയിട്ട് എനിക്ക് വേണ്ടി പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു വേർഡാണ്. പിന്നീട് ഞാൻ സിനിമയിൽ എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടി, ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട്. അന്ന് അതിനകത്ത് 4 പേരുണ്ട്. അത് കഴിഞ്ഞ് സിംഗിൾ ഹീറോ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് അറം പറ്റും, നെഗറ്റീവായിട്ടുള്ളതിലും അറം പറ്റുക. മനസ്സിലായി. തിലകൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഈ സമയം നമ്മളെ കൺസോൾ ചെയ്യാനുണ്ടാവുമായിരുന്നു. ഇല്ല, തിലകൻ ചേട്ടനെ കേട്ട് കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിപ്പോയി. അത് പിന്നീട് ഒന്നല്ലേ, അത്രേ ഉള്ളൂ. തിലകൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം തന്നെ എനിക്കിപ്പോ ഷമ്മിയേട്ടനോടും എനിക്കൊരു സഹോദരനോടുള്ള സ്നേഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഷമ്മിയേട്ടനൊക്കെ. ഞാൻ അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ആ സമയത്ത്, ഞാൻ ജോഷ് സാറിന്റെ പടത്തിന്റെ സമയത്താണ് ഞാൻ ഷമ്മിയേട്ടനായിട്ടൊരു അടുപ്പം തുടങ്ങുന്നത്. ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറുമാണ്, വ്യക്തിയുമാണ്. ഞാൻ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവിടുന്ന ഒരാളാണ് ഷമ്മിയേട്ടൻ. തിലകൻ പിന്നെ അതിനകത്തൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അമ്മയിലൊക്കെ ഉണ്ടായിരുന്ന അസോസിയേഷൻ പ്രശ്നങ്ങളാണ്. ഞാനും മണിയും തിലകന്റെ പെറ്റ്സുകൾ, അങ്ങനെ പെറ്റ ആൾക്കാരെ. അമ്മയിൽ ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അന്നൊരു വിഷയമൊക്കെ ഉണ്ടായി. അപ്പൊ അന്ന് മമ്മൂക്ക കണ്ണു നിറഞ്ഞ് സംസാരിച്ചപ്പോൾ തിലകൻ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി, മമ്മൂക്ക കണ്ണു നിറയണേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് തിലകൻ നേരെ നിന്ന് കൈ ചൂണ്ടി സംസാരിച്ചു. അവിടുന്ന് തിലകൻ എന്നെ നോക്കുന്നത്, കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടനെ കാണുന്നത് എൻ്റെ 2 സിനിമയിൽ അച്ഛനായിട്ട് അഭിനയിച്ച ഒരാളാണ് അല്ലേ, മീനത്തി താലിയായിട്ട് പഞ്ചാബി ഹൗസ്. അപ്പൊ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചെന്നെ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ള, നിങ്ങൾ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത്
അത് പുള്ളിക്ക് ഭയങ്കര ഷോക്ക്. അവിടെ നിന്നാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മയുടെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ചേട്ടാ വാ എന്ന് പറഞ്ഞാൽ നീ വാ. അപ്പൊ ഞാനും ശ്രദ്ധിക്കുകയും ചിരി തന്നെയാ. അങ്ങനെ പറയല്ലേ ഏട്ടാ എന്നൊക്കെ അങ്ങനെയുള്ളൂ നമ്മുടെ തിലഞ്ചൻ എന്ത് പറഞ്ഞാലും നമ്മള് ആംഗിളില് കാണുന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ എടുത്തു പറയുന്ന ലെജൻഡ്. എനിക്കൊക്കെ വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ സാധിച്ചത്. ഉല്ലാസ പൂങ്കാറ്റില് ഞാനും മണിയും തിലഞ്ചനും ഞങ്ങൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ അടുക്കാൻ കാരണം വലിയൊരു നടൻ ഇതല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ രണ്ടുപേരും വരിക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ പിന്നെ തമാശകൾ പറയാൻ തുടങ്ങി. ഭയങ്കര കമ്പനിയായിരുന്നു. മേലിട്ട് പഞ്ചാബി ഹൗസിലൊക്കെ ഓരോ സീക്വൻസ് നമ്മള് അച്ഛനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്ന റോഡ് കൂടി പോകാൻ ഒരു മോണന് കാണാൻ കൊരകരോ ചോദിച്ചിട്ട് ഭയങ്കര രസകരമായ മുഹൂർത്തങ്ങളുള്ളതല്ലേ. അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതൊക്കെ നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. നമ്മളിൽ ഒരു ആക്ടർ നന്നായി എന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഹിതമൊക്കെ അവർക്കുണ്ട്. കാരണം അവരുടെ അഭിനയം കണ്ടിട്ടാണ് നമുക്ക് വലിയ അഭിനയം വന്നിട്ടുള്ളത്. ഇത്ര വലിയ ആക്ടേഴ്സിന്റെ കൂടെ നമുക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി മലയാള സിനിമയിലെ. ബഹദൂർക്ക് എനിക്കൊരു ബഹദൂർക്ക് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള ഇത് മസാറടക്കം അത് നമുക്ക് മിസ്സായത് നസീർ സാറിനെ. നസീർ സാറിന്റെ ഷൂട്ടിംഗ് സമയത്ത് മാത്രം നാട്ടിൽ വന്നപ്പോ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇല്ല, ഞാന് മിമിക്രിയിലേക്ക് പിന്നെ കൂടുതൽ ഇതല്ല. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പല നടന്മാരുടെ ശബ്ദം കാരണം വരുന്ന എല്ലാം കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെടുമുടി വേണുവേട്ടനും ഒടുവിൽ ഉണ്ണിയേട്ടനും പ്രിയൻ സാറും ഒക്കെ പറഞ്ഞാൽ നീ മിമിക്രി നിർത്തിക്കോട്ടെ, നീ അഭിനയത്തിലേക്ക് മാക്സിമം നോക്കുക. അപ്പൊ ഈ മിമിക്രിയില് ആളുകളെ അനുകരിക്കുന്ന സാധനത്തിനെ മാറ്റിയിട്ട് നമ്മളത് ഒബ്സർവേഷനിലേക്ക് മാറി. അപ്പൊ അന്ന് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ഷോയൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാന്നല്ലാതെ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പിന്നെ നമ്മൾ ശ്രമിച്ചില്ല. ഇത് മിമിക്രി ചെയ്യുന്ന സമയത്ത് എല്ലാം പുതിയ ആക്ടേഴ്സിനെയാണ് ചെയ്തിരുന്നത്. അന്ന് സുരേഷ് ചേട്ടൻ ആരും ഇമിറ്റേറ്റ് ചെയ്യില്ലായിരുന്നു. ലാലിച്ചായൻ, ലാലോലക്സ്, പ്രതാപേട്ടൻ ഇവരൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അന്ന് 10-14 പേരെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. മണിയമ്പിൾ രാജുവേട്ടൻ, ശ്രീനേട്ടൻ, മാമുക്കോയ്ക്ക ജസ്റ്റ് സിനിമയിൽ വരുന്ന ആ ടൈമിലാണ്. പിന്നെയാണ് ഞാൻ ലാലിച്ചായനെ ഡബ് ഒക്കെ ചെയ്തത്. കൺകെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പടം ഫുൾ ഡബ് ചെയ്ത് ഞാൻ ആലമുടേട്ടന് അദ്വൈതവും ആയുഷ്കാലവും 2 പടം ഞാൻ ഡബ് ചെയ്ത് അവസാനം. ആളുകൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ബെസ്റ്റ് ആൾക്കാരല്ലേ പാവം നമ്മുടെ മകേഷ് അല്ലേ. ഞാൻ കണ്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര കണ്ണുകെട്ടി പോവാന്നൊക്കെ പറഞ്ഞതാണ്. അയ്യോ ഇന്നും ഇപ്പം എന്ത് കൂളായിട്ടാണ് ചെയ്യുന്നത്. അത്ഭുതകരമാണ്. അതൊക്കെ വലിയ കഴിവുകളാണത്. അനുകരണം എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എല്ലാവർക്കും പറ്റാത്ത കാര്യമല്ലേ. അതിൽ നമുക്കും ഈ ഭാഗ്യം പോലെ ഒരു എന്താ പറയാനത്. അതാണ് മിമിക്രിക്കാരോട് പ്രത്യേക ഒരു സ്നേഹം. പണ്ടൊക്കെ നമ്മൾ സെറ്റ് വരുമ്പോൾ ഈ കഥ പറയാന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും പറയുമ്പോൾ അവരുടെ ഡയലോഗ് ഉൾപ്പെടെ പറയുന്നത്. അതൊക്കെ ഈ എപ്പോഴൊക്കെ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല ആ കാലമൊക്കെ. അല്ല അതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും സീനിയർ ആക്ടേഴ്സ് ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരിപ്പോഴും ക്യാരവല്ലോ ഒന്നും ആ മേക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ടൈമിലേ പോകുള്ളൂ. അല്ലാത്ത സമയത്ത് കസേരയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരോടും ചിരിയും കളിയും ബഹളമൊക്കെയാണ്. അതല്ലാത്ത ഇപ്പോൾ വന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നു, ഞാൻ അപൂർവ ആൾക്കാരുടെ കൂടെ ഇപ്പോൾ വന്നതിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അവർ കൂടുതലും ആ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണൂല. എവിടേക്ക് പോയി നമ്മൾ അവനോടെ പോയി ഇവരോട് പോയി അന്വേഷിച്ച് നടക്കാറുണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ലോകം ഇതല്ലേ. അപ്പൊ അതിനകത്ത് ചിരിയും കളിയും ഇന്നസെന്റ് നമ്മൾ വിളിച്ചിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് ഒത്തിളക്കമൊക്കെ ചെയ്യുമ്പോൾ ചിരിയും കളിയും ബഹള ഷോട്ടിനും. അപ്പൊ ഷോട്ടിനെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇത് ഈ രസച്ചരട് മുറിക്കാനുള്ള ഒരു വിഷമം ഉണ്ടല്ലോ. വീണ്ടും ഗ്രാൻഡ് പ്രൊഡക്ഷൻ വരുന്നു, സിനിമ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഫിയോക്ക് എന്ന് പറയുന്ന ഒരു നിർമ്മാണ അസോസിയേഷന്റെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമാകുന്നത്? ഫിയോക്ക് ശരിക്കും പറഞ്ഞ അതിന് വേറെ ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെമ്പറാണ് 21 വർഷമായിട്ട്. ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പറാണ് 21 വർഷമായിട്ട്. അപ്പോൾ ആ അസോസിയേഷന് കേടുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മൾ പോയിട്ട് ഇതൊക്കെയല്ല. പക്ഷെ ഫിയോക്കിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അതിൻ്റെ ചെയർമാനും കൂടിയാണ്. അവരെന്നോട് കാണിക്കുന്ന വിശ്വാസവും അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുക, നമ്മളൊക്കെ തമ്മിലുള്ള ഇപ്പം തിയേറ്റർ പ്രസ്ഥാനങ്ങൾ വന്നപ്പോഴാണ് തിയേറ്ററുകാരുടെ വിഷമങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം അത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തിയേറ്റർ അസോസിയേഷന് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് സംഘടന തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 വർഷത്തിലേക്ക് വരികയാണ്. അത് മാത്രമല്ല നമുക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം ആവശ്യമാണെന്ന് തോന്നി.
മാത്രമല്ല തിയേറ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് കമ്മ്യൂണിറ്റി തിയേറ്റേഴ്സാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടു പോവുക എന്നൊക്കെ ഉള്ളതൊരു ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ഹിറ്റ് വരികയാണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. അതല്ലെങ്കിൽ നല്ല ടെൻഷനിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് പലർക്കും പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. മെഡിക്കൽ ഇത് സംഭവിക്കാം. ഇപ്പൊ തന്നെ നമുക്ക് ഏറ്റവും വലിയ സങ്കടകരമായത് എക്സസൈസ് ചെയ്ത് വരുന്ന സമയത്ത് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ എത്ര നാളുകൾ ഹോസ്പിറ്റലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ആസ്ട്രലിൽ ഉണ്ടായിരുന്നു ഭരതേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസ്, ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സിനിമ ഫിയോക്കിലേക്ക് കൊടുത്തില്ലെങ്കിൽ ആദ്യം ചോദിക്കുന്നത്, അപ്പം ചെയർമാൻ എന്താ നിങ്ങൾ പണം തരാത്ത, പുള്ളിക്ക് നിങ്ങളുടെ വിശ്വാസമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം അതാദ്യമേ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഈ സിനിമ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 21 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നതാണ്. അപ്പം എനിക്കിപ്പോൾ അതാരോടും അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഇതിലൂടെ ചെയ്യാം. അടുത്ത പടം എനിക്ക് തോന്നുന്നത് രാജുവിന്റെ പടമാണ്, മണിമൽ രാജുവിന്റെ പടമാണ് ഫിയോക്ക് ചെയ്യുന്ന അടുത്ത പടം. പ്രൊഡക്ഷൻ വീണ്ടും സിനിമകൾ നിർമ്മിക്കും. നമ്മൾ ഇങ്ങനെ പറ്റാവുന്ന സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ 2 കമ്പനി, ഇപ്പൊ ഞാനും ആദർശം കൂടിയുള്ള കമ്പനി ഉണ്ട്. ഇപ്പൊ കേശു ആണെങ്കിലും കട്ടപ്പനയിൽ ഋതിക് റോഷൻ ആണെങ്കിലും ഞങ്ങളുടെ ആ കമ്പനിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇടക്കാലത്ത് കുറച്ച് ആൾ നമ്മൾ ഒന്നും ചെയ്തില്ല. അതെ അതെ, നമ്മുടെ പുഷ്കരകാലത്ത് നമ്മള് തിയേറ്റർ പരിപാടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് പോയത്. ഗ്രാൻഡ് പ്രൊഡക്ഷനിലൂടെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഗ്രാൻഡ് പ്രൊഡക്ഷനിലൂടെ സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ വിനീത് ഡയറക്ടറായത് നമുക്ക് അതൊക്കെ വലിയ കാര്യം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീനേട്ടൻ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരനാണ്. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒരുപാട് മറ്റു ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ കട്ടപ്പന ഋതിക് റോഷനിലും വേറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാരണം നമ്മളൊരു കാലത്ത് സിനിമയിൽ വരാൻ ഒരുപാട് കൊതിച്ച ഒരാളാണ്. പുതുമുഖം എന്നുള്ള രീതിയിൽ വേറെ ആളെടുത്ത സ്ട്രെയിനാണ് നമ്മള്. ഹമീദ്ക്കയാണ് അതിന്റെ പ്രൊഡ്യൂസർ, നമ്മളെ ഹീറോ ആക്കിയിട്ട്. അപ്പൊ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ വരുന്നു എന്ന് പറയുന്നു. വിനീത് ശ്രീനിവാസൻ സിനിമയിലൊക്കെ ഇനി നമ്മളെ നായകനാകണം അല്ലേ? അതൊക്കെ ഒന്ന് സംസാരിക്കുക. വിനീത് ഞാനോട് ഇപ്പൊ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ബബ്ബ എന്ന് പറഞ്ഞിട്ട്, ഗോകുലത്തിന് വേണ്ടിയിട്ട് ധനഞ്ജയ് ശങ്കർ ചെയ്യുന്ന പടം അടുത്ത് നമ്മളിപ്പോ ഷൂട്ടിംഗ് തുടങ്ങാൻ പറഞ്ഞു. അഭിനയിക്കുന്നു. വിനീതും ഞാനും ധ്യാനും ഒക്കെ കൂടി ഉള്ള സിനിമയാണ്. പുതിയ കോമ്പിനേഷൻ ആണ്. അതെ, വിനീതിന്റെ സിനിമ ഡയറക്ട് ചെയ്തതിൽ ഇപ്പൊ അഭിനയത്തിലേ വന്നിട്ടുള്ളൂ. ഡയറക്ഷനിലേക്ക് എങ്ങനെയെങ്കിലും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളാണ് വിനീത്. കാരണം വിനീത് എല്ലാ മേഖലയിലും മിടുക്കനാണ്. നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള, നല്ല മ്യൂസിക്കൽ സെൻസ് ഉള്ള, ഞാൻ ചെയ്യുന്ന സിനിമ എന്താണ്, ഞാൻ ചെയ്യുന്ന കഥ എന്താണ് വ്യക്തതയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് പുള്ളിയുടെ കയ്യിൽ ഭദ്രാണ്. ഒരു ഡ്രീം പ്രൊജക്റ്റുകൾ മനസ്സിലിങ്ങനെ പദ്ധതികളുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നല്ല സിനിമകൾ ചെയ്യണം, സിനിമയുടെ ഭാഗമായിട്ട് കൂടി ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് അല്ലെ. ആരൊക്കെ ഏതൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ സൈഡിലൊരു നാളെ ഈ സത്യമൊക്കെ തെളിയിച്ച് വരുമ്പോൾ, പക്ഷെ നേരത്തെ 2 അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞു, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ. ഈ പറഞ്ഞ അമ്മയുടെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൊക്കെ ഞാൻ ഇപ്പോഴും അതെ അല്ല അമ്മയുടെ കാര്യം പറയാത്തതുകൊണ്ട് അമ്മയിലേക്ക് ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് സിനിമ തീർച്ചയായിട്ടും അമ്മയിലേക്ക് തിരിച്ചെത്തുമോ? അതും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് ഇനി അത് വലിയ പ്രശ്നമാക്കണ്ട. ഇപ്പൊ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ കേട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ട് ഇനിയുള്ള കാര്യവും നല്ലത് സന്തോഷമായിട്ട് പോകട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ അല്ലേ? അവർക്ക് കൂടുതൽ എനിക്കൊന്ന് ഇനിയിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അല്ലല്ല, പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണാത്ത ആൾക്കാരോട് നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അവരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അല്ല, ഞാൻ എന്തുകൊണ്ട് ഇന്റർവ്യൂ എന്നുള്ളതിന് വളരെ വ്യക്തമായൊരു ഇച്ചിരേ ഉള്ളൂ. ഈ പറഞ്ഞ കെയർടേക്കർ നമ്മൾ സിനിമ കണ്ടതാണ്. അപ്പോൾ തിയേറ്ററിൽ അതിൻ്റെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് അവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് അതിന് നോക്കാറുണ്ട്, എങ്ങനെയാണ് റെസ്പോൺസ് എങ്ങനെയാണ്. അപ്പം ആ റെസ്പോൺസ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അഭിമുഖം പോലും നമുക്ക് ചോദിക്കേണ്ടി വന്നത് അല്ലേ? അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ അഭിമുഖമാണ് ഒരു സിനിമ കണ്ടതിന് ശേഷം. അപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാത്തെ കൂടി ടച്ച് ചെയ്ത് പോകുന്ന, അതുകൊണ്ട് പവിത്രനെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയാൻ കാരണം അത് വിനീത് നന്നായി എടുത്തിട്ടുണ്ട്. സനുവിന്റെ ക്യാമറ നന്നായിട്ടുണ്ട്, ബ്രോ നന്നായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രോ കലക്കി കേട്ടോ. ഞാൻ പറഞ്ഞു ബ്രോ മോശമായി, എല്ലാം കുഴപ്പമാവും. ഈ ബ്രോ എന്ന് പറയുന്നത് നായ്ക്കുട്ടിയാണ് കേട്ടോ. അതെ, എന്നുവെച്ചാൽ അയാള് വിളിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉദയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വായി
നിങ്ങൾ എന്നെ ബ്രോ എന്ന് വിളിച്ചത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. ഞാൻ പറഞ്ഞു അതല്ല, ഇത് ഇയാൾക്ക് വേറെ ഒരാളും ഇല്ല, ഒരു കൂടപ്പുറപ്പില്ലാത്തവന്റെ പേരിൽ ഇയാള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇതിനോടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ബ്രോ എന്ന് വിളിക്കുന്നത്. സഹോദരന്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ്, അത് വേറൊരു അർത്ഥത്തിലേ എടുക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 2 ദിവസമായിട്ട് ബ്രോ എന്ന് പറയാൻ തുടർത്ത് ബ്രദർ എന്ന് അടിക്കുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ ഇവര് സിനിമയുടെ ആൾക്കാരാണെങ്കിലേ ഇനി വേറെ തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ പറഞ്ഞ പോലെ ദിലീപിന്റെ തിരിച്ചുവരവാണ് പവിട്ടേക്കർ. അപ്പോൾ ഗംഭീരമായിട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.